വിവാഹോരുക്ക സെമിനാറിൽ ജീവന്റെ മൂല്യത്തിന്റെ കഴിഞ്ഞ എപ്പിസോഡിൽ പ്രോലൈഫ് എന്താണെന്നും എന്തിനു വേണ്ടിയാണ് പ്രോലൈഫ് നിൽക്കുന്നതെന്നും നമ്മൾ കണ്ടെത്തിയിരുന്നു. ഈ രണ്ടാം ഭാഗത്തേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ഭാഗത്ത് നമ്മൾ പ്രധാനമായി ചിന്തിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു ദുരന്തമെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന വിധത്തിൽ നമ്മുടെ സമൂഹത്തിൽ വളരുന്ന ഒരു തെറ്റായ പ്രവണതയെക്കുറിച്ചാണ്. കുഞ്ഞു വേണ്ട എന്ന മനോഭാവം. കുഞ്ഞു വേണം, ഒന്ന് മതി, അല്ലെ രണ്ട് മതി, അത് കഴിഞ്ഞു വേണ്ട എന്ന മനോഭാവം. കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ചായിരുന്നു, കുടുംബം എന്ന് പറയുന്നത് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ്. കൂടുമ്പോൾ ഇമ്പം ഉണ്ടാണെങ്കിൽ അപ്പനും അമ്മയും രണ്ടു മക്കളും മാത്രമുള്ള കുടുംബത്തിൽ എന്ത് ഇമ്പം ഉള്ളത്? മോള് കോളേജിൽ നിന്ന് വരുന്നത് കാപ്പി കുടിക്കുന്നു, TV കണ്ടുകൊണ്ട് കാപ്പി കുടിക്കുന്നു. മോൻ വരുന്നു, അവനും പോകുന്നു കമ്പ്യൂട്ടറിന്റെ പുറകെ കാപ്പിയും കൊണ്ട്. അമ്മ 5 മണി മുതൽ സീരിയലിന്റെ പുറകെ, സ്റ്റാർ സിംഗറുടെ ഓരോ പരിപാടിയുടെ പുറകെ. അപ്പനും പത്രവും മറ്റോ കാര്യങ്ങളുമായിട്ട് പോകും. ഈ കുടുംബത്തിൽ ആരെങ്കിലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ആശയങ്ങൾ പങ്കുവെക്കുന്നുണ്ടോ? നിങ്ങളുടെ വേദന കേൾക്കാൻ അമ്മയ്ക്ക് നേരമുണ്ടോ? ആരുടെയെങ്കിലും വേദന കേൾക്കാനുള്ള സന്തോഷം പറയാനും ഉണ്ടോ നേരം? എല്ലാവരും അവരവരുടെ സ്വാർത്ഥ ചിന്തകളിൽ, അവരുടെ വ്യക്തി താല്പര്യങ്ങൾ മാത്രം മുഴുകിയിരിക്കുന്ന കുറച്ച് 3-4 പേര് താമസിക്കുന്ന സ്ഥലം. ഓരോരുത്തർക്കും ഓരോ മുറിയുമുണ്ട്. അവരോട് പിന്നെ ബന്ധങ്ങളില്ല. ഇത് കുടുംബമാവില്ല, ഇത് വെറും കൂട്ടവാ. നമ്മുടെ കവലയിൽ ഇറങ്ങിയാലും കാണാം 3-4 പേര് കൂടി നിൽക്കുന്നു. അവിടെ പങ്കുവെക്കലുണ്ടോ? ഷെയറിംഗ് ഉണ്ടോ? സ്നേഹമുണ്ടോ? ഒന്നുമില്ലല്ലോ. ഇല്ലാതിരിക്കുന്ന ഒരു വലിയ ദുരന്തത്തിലേക്കാണ് നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിവാഹോരുക്ക സെമിനാറിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിധത്തിൽ എന്റെ കുടുംബം രൂപപ്പെടുവാൻ അവിടെ എത്ര കുഞ്ഞുങ്ങൾ വേണം, അല്ലെ എന്ത് വേണം എന്നൊന്ന് ചിന്തിക്കുവാൻ നമ്മൾ ഈ സമയം ചെലവഴിക്കുകയാണ്. UN ഒരു കണക്ക് പറയുന്നുണ്ട്, നമ്മുടെ കുടുംബങ്ങളിൽ 2.2 കുഞ്ഞുങ്ങൾ ശരാശരി ഉണ്ടായിരിക്കണമെന്ന്. ഇതിന് TFR എന്ന് പറയുന്നത് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്. ഒരു സ്ത്രീ അവിടെ ജീവിതകാലത്ത് എത്ര കുഞ്ഞിന് ജന്മം കൊടുത്തു എന്നതിന്റെ ശരാശരി കണക്കായത് 2.2. ഇതിന് റീപ്ലേസ്മെന്റ് ലെവൽ എന്നും പറയാറുണ്ട്. റീപ്ലേസ്മെന്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഇന്നുള്ള അപ്പനും അമ്മയും മരിച്ചാൽ അവർക്ക് പകരം 2 പേരെ റീപ്ലേസ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ജനസംഖ്യ താഴാൻ തുടങ്ങും. ഇന്നുള്ള പ്രായമായവർ മരിക്കുമ്പോൾ അവർക്ക് പകരം 2 പേരെ ഇവിടെ റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ ഇന്നുള്ള ജനസംഖ്യ ലോകരാജ്യങ്ങളിൽ താഴാൻ തുടങ്ങും. അതുകൊണ്ടാണ് UN ഈ റീപ്ലേസ്മെന്റ് ലെവൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചിലർ ചിന്തിക്കും, അപ്പനും അമ്മയും മരിച്ചാൽ പകരം 2 പോരെ, പിന്നെന്തിനാ 2.2 വേണമെന്നല്ല പറഞ്ഞത്. അതിന്റെ കാരണം പറയാം. ഇന്ന് മക്കളില്ലാതിരിക്കുന്ന ദമ്പതികളുടെ എണ്ണം ഭീകരമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുക. മക്കളില്ലാതെ ദമ്പതികളുടെ എണ്ണം അവരെയും കൂടെ കൂട്ടിയാണ്, അവരെയും കൂടെ കരുതിയാണ് ഈ 0.2 എന്നൊരു കണക്ക് അവിടെ പറയുന്നത്. എന്നാൽ എന്റെ പൊന്നുമക്കളെ, ലോകത്തെ 26 രാജ്യങ്ങളിൽ ഈ TFR 2.2ന്റെ താഴെ വന്നു. 76 രാജ്യങ്ങളിൽ ഈ TFR 2.2 എന്ന് പറഞ്ഞ ലെവലിന്റെ താഴെ വന്നു. ഈ 76 രാജ്യങ്ങൾക്ക് എന്ത് സംഭവിക്കും? അടുത്ത 3 തലമുറ കഴിയുമ്പോൾ രാജ്യങ്ങൾ കാണില്ല, രാജ്യം കാണും, പക്ഷെ അവിടെ ജനം കാണില്ല. കാര്യം എന്നാ? റീപ്ലേസ് ചെയ്യാൻ അവിടെ ആളില്ല. ഞാനത് ചില രാജ്യങ്ങളൊന്നും പറയാം. കാര്യം നമ്മൾ ഇങ്ങനെയൊന്നും കേട്ടാവുന്ന നമ്മുടെ തലയിൽ കയറിയില്ല. കാര്യം എന്നാ? ജനങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുക എന്ന ദിവസം നമ്മൾ കേട്ടോണ്ടിരിക്കുന്നു. അതിനിടയിൽ അല്ല, ജനങ്ങൾ പെരുകയല്ല എന്ന് പറഞ്ഞാൽ സ്വീകരിക്കാൻ മനസ്സ് വരുമോ? അതുകൊണ്ട് തന്നെ കുറച്ച് കണക്കുകൾ നിങ്ങൾ കേട്ടു. ഞാൻ ഈ പറഞ്ഞ കണക്കുകളൊന്നും എന്റെ സ്വന്തമല്ല, നിങ്ങൾക്കും ഇന്റർനെറ്റിൽ കയറി എടുക്കാവുന്ന കണക്ക് തന്നെയാ. എന്ന് വെച്ചാൽ എന്റേതായ സ്വന്തമായി ഉണ്ടാക്കിയിരിക്കുന്ന അല്ല എന്ന് സാരം. ഈ 76 രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട ചില രാജ്യങ്ങൾ മാത്രം പറയാം. US, അമേരിക്ക 2.05, ഇറാൻ 2.04. ഇനി ഞാൻ പോയിന്റ് പറയില്ല, അതിന് താഴെയുള്ളതായിരിക്കും സമയം പോകാതിരിക്കാൻ വേണ്ടി. ന്യൂസിലാൻഡ് 1.9, അയർലൻഡ്, ബ്രസീൽ, ഫ്രാൻസ് 1.8, ശ്രീലങ്ക, നോർത്ത് കൊറിയ, UK, ഓസ്ട്രേലിയ 1.7. എന്റെ 1.7 കേട്ടോണ്ടിരിപ്പുണ്ടല്ലോ. 1.7, 1.8 എന്നാ ഇത്? TFR അല്ലേ? അതെന്നതാ? മനസ്സിലാവുന്ന ഭാഷയെ പറയാം. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വിവാഹം കഴിച്ചവരുടെ ഇടയിലുള്ള കുഞ്ഞുങ്ങളുടെ ശരാശരി എണ്ണം, ഓരോ രാജ്യത്തെ കുഞ്ഞുങ്ങളുടെ ശരാശരി എണ്ണം. ഓസ്ട്രേലിയ എത്ര കുഞ്ഞുങ്ങളുണ്ട് കുടുംബങ്ങളിൽ? ലാസ്റ്റ് കേട്ട എത്രയാ? 1.7. 1.7 കുഞ്ഞുള്ള കുടുംബത്തിൽ ഓസ്ട്രേലിയ. UK 1.8. ഇനി കേട്ടോളൂ താഴോട്ടുള്ളത്. നെതർലൻഡ്, ബെൽജിയം 1.6, കാനഡ 1.5, പോർച്ചുഗൽ 1.4,
സ്വിറ്റ്സർലൻഡ്, ഓസ്ട്രിയ, സ്പെയിൻ, ജർമ്മനി, ഇറ്റലി 1.3, റഷ്യ 1.3, ഗ്രീസ്, ബൾഗേറിയ, ഹംഗറി 1.2, ജപ്പാൻ 1.2, സിംഗപ്പൂർ, പോളണ്ട്, സൗത്ത് കൊറിയ, ചൈന. മനസ്സിലായോ? നമ്പർ കണ്ടോ? ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ കുടുംബത്തെ എത്ര കുഞ്ഞുങ്ങൾ വീതമുണ്ട്? 1, 1.25, 1.5. കുടുംബം വളരുവോ? രാജ്യം വളരുവോ? കമ്മ്യൂണിറ്റി വളരുവോ? എല്ലാം തകരും, ഒരു സംശയം വേണ്ട. പ്രധാന രാജ്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ഇതിൽ പെടാത്ത ചില രാജ്യമുള്ളൂ, ചില മുസ്ലിം രാജ്യവും ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങള്. ഇന്ത്യയിൽ ഇപ്പോഴത്തെ കണക്ക് പറയുന്നത് 2.64 എന്നിടത്ത് കണക്ക് കാണാനിടയായി. അത് വ്യത്യസ്തമായി വേറൊരു കണക്കും കണ്ടു. പക്ഷെ 2.64 നമുക്കൊരു കണക്കായിട്ട് എടുക്കാം. ഒരു കാര്യം ഓർക്കുക, ജനസംഖ്യ അല്ല പ്രധാനമായും നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ പറയുമ്പോൾ ഇന്ത്യ പോലത്തെ ഒരു വലിയ രാജ്യത്ത് ഇത്ര കോടി ജനമുണ്ടെന്ന് പറയും. ജനസംഖ്യ അല്ല പ്രധാനമായിട്ട് ചിന്തിക്കുന്നത്. പിന്നെ എന്നതാ? ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, ജനസാന്ദ്രത. 1 കിലോമീറ്ററിൽ എത്ര പേര് ജീവിക്കുന്നു? ഇന്ത്യയിൽ 324 പേരേ ഉള്ളൂ 1 കിലോമീറ്ററിൽ താമസിക്കുന്നത്. 2000, 3000 പേര് താമസിക്കുന്ന രാജ്യങ്ങളുണ്ട്. അവിടെയൊന്നും ജനപ്പെരുപ്പം ഉണ്ടെന്ന് ആരും പറയുന്നില്ല. ഇന്ത്യയിലാ പെരുപ്പെന്ന് പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ജനസാന്ദ്രതയെ നോക്കാവുള്ള ജനസംഖ്യ അല്ല നോക്കേണ്ടത്, എത്ര പേരുടെ ഏരിയ താമസിക്കുന്നു എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ മറ്റു വിശദ കാര്യങ്ങളിലേക്ക് പോകാം. ഈ രാജ്യങ്ങൾ 3 തലമുറ കഴിയുമ്പോൾ അവിടെ ആളുകൾ ഇല്ലാതായി ദുരന്തത്തിലേക്ക് വരും. ഞാൻ ലോകത്ത് 1-2 രാജ്യങ്ങളിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കണക്കുകൾ അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ തകർച്ച ഞാൻ നിങ്ങളുടെ മുമ്പിൽ കണക്കിലൂടെ തന്നെ വെക്കാം. ഒന്ന്, റഷ്യ. 1991 റഷ്യയിലെ സെൻസസിൽ 148 മില്യൺ ആയിരുന്നു റഷ്യയിലെ ജനസംഖ്യ. 1991 സെൻസസ്. 2001 സെൻസസ് വന്നപ്പോൾ അത് 143 ചുരുങ്ങി. 5 മില്യൺ ജനങ്ങൾ 10 വർഷം കൊണ്ട് റഷ്യയിൽ കുറഞ്ഞു. അപ്പോൾ അന്നത്തെ റഷ്യൻ പ്രസിഡന്റ് അമേരിക്കയുടെ ഒരു ഗ്രൂപ്പിനെ വിളിച്ച് പഠിക്കാൻ ഏൽപ്പിച്ചു. ഇങ്ങനെ പോയാൽ എന്ത് സംഭവിക്കും? അവര് പഠിച്ച് റിപ്പോർട്ട് കൊടുത്തു. 2040 ആകുമ്പം റഷ്യയിൽ 100 മില്യന്റെ താഴെയാവും ജനസംഖ്യ. 1/3 ജനങ്ങൾ 40 വർഷം കൊണ്ട് റഷ്യയിൽ ഇല്ലാതാകും. അത് കഴിഞ്ഞ് അതിന്റെ കൂടെ തന്നെ അവർ പറഞ്ഞു 2050 ആകുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഭീകരമായ തകർച്ചയായിരിക്കുമെന്ന്. ഭീകരമായ തകർച്ചയായിരിക്കുമെന്ന്. എന്താ ഭീകരമായ തകർച്ച? നമുക്കൊന്ന് കണ്ടെത്താം. 2040 കാണുന്ന 100 മില്യൺ ജനങ്ങൾ എന്ന് പറഞ്ഞില്ലേ, അവർ ഏത് പ്രായക്കാരായിരിക്കും? ലോകത്ത് ഇന്ന് 2 കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന്, ജനനനിരക്ക് കുറയുന്നു. ജനനനിരക്ക് കുറയുന്നു. ജനനനിരക്ക് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയും. അതുപോലെ മറ്റൊരു നിരക്കും ഇന്ന് ലോകത്ത് കുറയുന്നുണ്ട്. ഏതാ? മരണനിരക്ക്. മരണനിരക്ക് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? പ്രായമാരുടെ എണ്ണം കൂടും. മനസ്സിലായോ? ജനനനിരക്ക് കുറയുമ്പോൾ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയുമെങ്കിൽ മരണനിരക്ക് കുറയുമ്പോൾ പ്രായമാരുടെ എണ്ണം കൂടും. ഈ പഠിച്ച ഗ്രൂപ്പ് പറയുന്നത് 100 മില്യൺ ജനങ്ങളിൽ 50% മേലെ ആളുകള് പ്രായമായവരായിരിക്കുമെന്ന്. മനസ്സിലായോ? ഈ 50% മേലെ പ്രായമായവരാണെങ്കിൽ അവര് മരിച്ചു കഴിഞ്ഞാൽ മിച്ചം എത്ര ഉണ്ട്? 50 മരിച്ചു കഴിഞ്ഞാൽ ബാക്കി 50. അതാണ് പഠിച്ച ഗ്രൂപ്പ് 2050 സംഭവിക്കാൻ പോകുന്ന ഭീകരമായിരിക്കുമെന്ന് പറഞ്ഞത്. പുതിയ പ്രൊഡക്ഷൻ, നമ്മൾ നാടൻ പറയുമ്പോൾ കച്ചവടത്തിന്റെ ഭാഷ പറയുകയാണെങ്കിൽ, ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ഭാഷ പറയുകയാണെങ്കിൽ പുതിയ പ്രൊഡക്ഷൻ ഇല്ല, പക്ഷെ ഓൾഡ് സ്റ്റോക്ക് ഇരിപ്പുണ്ട്. ഈ ഓൾഡ് സ്റ്റോക്ക് എന്ന് ഇരിക്കുവോ? ഇല്ലല്ലോ. അത് മാറിക്കഴിയുമ്പോ പിന്നെ ഉണ്ടോ? ഇതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. റഷ്യ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത് കണ്ടിട്ട് അന്നത്തെ റഷ്യൻ പ്രസിഡന്റാണ് പുടിൻ റഷ്യൻ പാർലമെന്റിൽ ജനങ്ങൾക്കായി ഒരു വാഗ്ദാനം കൊടുത്തു, ഒരു സമ്മാന പദ്ധതി. അദ്ദേഹം പാർലമെന്റിൽ പറയുക റഷ്യ തകരാൻ പോകുക, റഷ്യക്ക് ആറ്റം ബോംബല്ല, എന്ത് ടെക്നോളജി ഉണ്ടെന്ന് പറഞ്ഞാലും രാജ്യത്ത് ജനങ്ങളില്ലെങ്കിൽ രാജ്യത്തിന് വളരെ സാധിക്കില്ല. അതുകൊണ്ട് റഷ്യ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെങ്കിൽ ഒരു വിഭാഗത്തെ സഹകരിച്ചെങ്കിലേ സാധിക്കുള്ളൂ. ആര്? ദമ്പതികള്. അതുകൊണ്ട് അദ്ദേഹം ദമ്പതികളോടായിട്ട് പറഞ്ഞു, നിങ്ങളുടെ പോളിസിക്ക് ചേഞ്ച് വരുത്തണം. എന്നാ പോളിസി ചേഞ്ച്? 1 more ചൈൽഡ്. 2 ഉള്ളവർ ഒന്നുകൂടെ, 3 ഉള്ളവരുടെ ഒന്നുകൂടെ, ഒരു കുഞ്ഞൂടെ എന്നൊരു തീരുമാനമെടുത്ത് ഒരു കുഞ്ഞിലൂടെ ജന്മം കൊടുത്തെങ്കിൽ മാത്രമേ റഷ്യക്ക് വരാൻ പോകുന്ന തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ അദ്ദേഹത്തിന്റെ അഭ്യർത്ഥനയ്ക്ക് സഹകരിക്കുന്നവർക്ക് അദ്ദേഹം ഒരു സമ്മാനം കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്തു.
എന്തായിരുന്നു സമ്മാനം എന്നറിയാവോ? കാറ്, ഫ്രിഡ്ജിലൂടെ നീണ്ട സമ്മാനങ്ങളാണ്. ഈ പദ്ധതി പ്രകാരം ഒരു നിശ്ചിത പീരീഡ് കൊടുത്തിരുന്നു. ആ പീരീഡ് ഗർഭം ധരിക്കുകയും ജനിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങൾക്ക് കൊടുക്കാൻ അദ്ദേഹം വാഗ്ദാനം ചെയ്തത്. മനസ്സിലായോ? രാജ്യം തകരുന്നെന്ന് മനസ്സിലാക്കി ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ വേണ്ടി സമ്മാനം. ഇന്ന് റഷ്യ മാത്രമല്ല, മറ്റു പല രാജ്യങ്ങളും സമ്മാനം കൊടുത്തു തുടങ്ങി. കാര്യമല്ല, അവർക്ക് തിരിച്ചറിഞ്ഞു ലോകം തകർച്ചയിലേക്ക് പോകുന്നു, വൻ തകർച്ചയിലേക്കാ പോകുന്നെന്ന് അവര് തിരിച്ചറിഞ്ഞു. ഇത് റഷ്യയിലെ ഒരു കാര്യം. ഇനി ചൈനയിലെ പോളിസി നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നാ? ഒരു കുഞ്ഞ് പാടുള്ളൂ, ഒറ്റ കുഞ്ഞ്. ഏതാണ്ട് 40 വർഷം മുമ്പ് എടുത്ത പോളിസിയാ. കുടുംബത്തിലെ കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടിയാൽ പ്രശ്നമാകുമെന്നും പറഞ്ഞ് ഒരു കുഞ്ഞെന്നുള്ള ഒരു പോളിസി. അപ്പോൾ ഒന്ന് ചിന്തിച്ച്, 4 ലക്ഷം കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അടുത്ത തലമുറ വരുമ്പോൾ എത്ര കുഞ്ഞായി മാറും? 1 ലക്ഷമായി. ഒരു കുടുംബത്തിൽ 4 കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അടുത്ത തലമുറ വരുമ്പോ എത്രയാ? നേരെ 1 ലക്ഷമായി മാറി. അവരും 2009 ജൂലൈ 27 അവിടെ ചില പ്രവിശ്യയിൽ രണ്ടാമതൊരു കുഞ്ഞിന് ജന്മം കൊടുത്തോളാൻ അനുവാദം കൊടുത്തു. ചൈനയിലെ ചില പ്രവിശ്യയിൽ രണ്ടാമതൊരു ജന്മം കൊടുത്തോളാൻ അനുവാദം കൊടുത്തു. പക്ഷേ അനുവാദം അധികം നിന്നില്ല. അവിടുത്തെ രാഷ്ട്രീയ ഭരണകൂടം പറഞ്ഞത് പറ്റത്തില്ലെന്ന് പറഞ്ഞ് തിരിച്ചത് മാറ്റി. ഇപ്പോൾ അവർ രാജ്യം മുഴുവനും രണ്ടാമത്തെ കുഞ്ഞിനുള്ള തീരുമാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. പക്ഷേ അന്ന് രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം കൊടുത്തോളാൻ പറഞ്ഞ വാർത്തയിൽ 2 കാരണം കൊണ്ടാണ് രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം കൊടുത്തോളാൻ പറഞ്ഞത്. എന്താണ് 2 കാരണം അറിയോ? ഒന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത്, ചൈനയിലെ വൃദ്ധരുടെ എണ്ണം വർദ്ധിക്കുന്നു. കുഞ്ഞുങ്ങളില്ല. അപ്പൊ പിന്നെ ആരാ ഉള്ളത്? വൃദ്ധര്. അന്ന് 21.6 ആളുകൾ വൃദ്ധരാന്ന് പറഞ്ഞത്. 21.6 ആളുകൾ ചൈനയിൽ വൃദ്ധരാ. ഇത് ചൈനയിലെ മാത്രം വിഷയമാണോ? ജപ്പാനിലെ ഈയിടെ ഒരു കണക്ക് കാണാനിടയായി. ജപ്പാനിൽ 31.5% ആളുകൾ വൃദ്ധരാ. ജപ്പാനിൽ 31 എന്ന് വെച്ചാൽ എത്രയാ? 3-ൽ 1 വൃദ്ധൻ. ഇന്ത്യക്ക് അങ്ങനെ ഒരു കണക്കില്ലെങ്കിലും മാതൃഭൂമി പത്രം കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പഠനം നടത്തി ഒരു കണക്കിട്ടിരുന്നു. അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്: 1991 കേരളത്തിൽ 30, എന്റെ കൃത്യ ഓർമ്മ ശരിയല്ല എങ്കിലും 30.86 കുട്ടികളുണ്ടായിരുന്നു 91-ൽ. ആ സമയത്ത് വൃദ്ധര് 8.75 ആയിരുന്നു. 2001 സെൻസസ് വന്നപ്പോൾ 30 കുട്ടികൾ 23 ചുരുങ്ങി. 8 വൃദ്ധര് 12.8 വർദ്ധിച്ചു. അവര് പ്രഡിക്റ്റ് ചെയ്യുന്നു, പഠിച്ചിട്ട് അവര് പ്രഡിക്റ്റ് ചെയ്യുന്നു 2040 കേരളത്തിൽ കുട്ടികൾ വെറും 13, വൃദ്ധര് 39+ ആയിരിക്കുമെന്ന്. മനസ്സിലായോ? 39 മേലെ വൃദ്ധരായിരിക്കുമെന്ന്. 39 അല്ല, അതിനപ്പുറം പോകും ഇപ്പോഴത്തെ ലക്ഷണം കണ്ടിട്ട്. കാര്യം ചുറ്റുപാട് നോക്കിയ വീടുകളിൽ ആരാ പ്രായമായ അപ്പനും അമ്മയും അല്ലാതെ ആരെങ്കിലും ഉണ്ടോ? ഈ ഒരു ദുരവസ്ഥ ഈ ചൈനയിൽ ഈ ഒരു വിഷയം കണ്ടോണ്ടാണ് അവർ രണ്ടാമത്തെ കുഞ്ഞായിക്കോളാൻ ഒന്ന് പറഞ്ഞത്. രണ്ടാമത്തെ കാരണം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ചൈനയിൽ തൊഴിലാളി ക്ഷാമം. ചൈനയിലെ കുടുംബത്തിൽ 97% കുടുംബങ്ങളിൽ ഒരു കുഞ്ഞേ ഉള്ളൂ. 97% കുടുംബങ്ങളിൽ ഒരു കുഞ്ഞേ ഉള്ളൂ. ഒരു കുഞ്ഞ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുള്ളെങ്കിൽ അതിനെ പഠിപ്പിച്ച് ആരാക്കും? കമ്പ്യൂട്ടർ, ഡോക്ടർ, നേഴ്സ്, അല്ലേ, എഞ്ചിനീയർ. ഈ 4 മാത്രം മതിയോ ലോകത്തിന്റെ നിലനിൽപ്പിന്? ഒരു കുഞ്ഞോ ഉണ്ടെങ്കിൽ എല്ലാരും ഈ തരത്തിലുള്ള പഠനത്തിലേക്ക് വിടും. ഇന്ന് കേരളത്തിന്റെ അവസ്ഥ എന്താ? പണിസ്ഥലത്ത് ആളുണ്ടോ മലയാളികള്? ഒരു ഹോട്ടലിൽ കയറിയാല്, ഒരു പലചരക്കടയിൽ കയറിയാല്, ഒരു പണിസ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ മലയാളികളെ വല്ലവരും കാണാനുണ്ടോ? ഉണ്ടോ? എന്റെ പൊന്നുമക്കളെ, ഞാനും ചോദിക്കട്ടെ, ഇങ്ങനെ മുന്നോട്ട് പോയാൽ 2040 കേരളം മൊത്തം ആരുടേതായി മാറും? ബംഗാളിയുടെയും ബീഹാറുകാരന്റെയും ഒറീസക്കാരന്റെയും. ഒരു അവധി ദിവസം ഒരു ടൗണിൽ വരാവോ? ഒരു മലയാളം പറയുന്ന ഒരു യുവാവിനെ കാണാൻ കിട്ടിയില്ല. കാര്യമല്ല, നമ്മുടെയൊക്കെ കുടുംബങ്ങൾ 1-2 പേരേ ഉള്ളൂ. അവര് പഠനത്തിന് അറ്റ പോയിരിക്കുക. പിന്നെ ആരുമില്ല. വലിയൊരു ദുരന്തമാണ് വരാൻ പോകുന്നതെന്ന് തിരിച്ചറിയുക. വലിയൊരു ദുരന്തമാണെന്ന്. ഇന്ത്യയിലെ കണക്ക് നേരത്തെ പറഞ്ഞു 2.64. കേരളത്തിലെ TFR അറിയാവോ ആർക്കെങ്കിലും? കേരളത്തിലെ ജനനനിരക്ക് കഴിഞ്ഞ ജൂലൈ 11 ലോക ജനസംഖ്യ ദിനമായിരുന്നു. അന്ന് കേരള ഗവൺമെന്റ് പത്രങ്ങളിൽ പരസ്യം ചെയ്തിരുന്നു 1.57. ഇപ്പൊ കേരളത്തിലെ ജനനനിരക്ക് 1.5 കുഞ്ഞുങ്ങള്.
1.5 കുഞ്ഞുങ്ങള്. ചില സമൂഹങ്ങൾ കുഞ്ഞ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയ്ക്കുമ്പോൾ മറ്റിടത്ത് കുഞ്ഞുങ്ങള് കൂടുതല്. കണ്ടോ സമൂഹങ്ങൾ വളരുന്നത്? ഞാൻ ഒരു മതത്തിന് വേണ്ടി പറയുന്ന ആളല്ല. ഇത് മനുഷ്യകുലത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാണ് കുഞ്ഞിന്റെ എണ്ണം കുറഞ്ഞ എന്ന് വ്യക്തമാക്കിയാണ് ഇവിടെ ചെയ്തത്. 1.57. ചിലർ പറയാറുണ്ട് ശാലിനിന്ന് പേരിട്ടാൽ ശാലീനമായിരിക്കണം, ശാലിനിന്ന് പേരിട്ടാൽ ശാലീനമായിരിക്കണമെന്ന്. എന്റെ പെമ്മക്കൾ ഇപ്പൊ പറയുന്നത് എന്നാന്നറിയോ? സീറോ മലബാർന്ന് പേരിട്ടപ്പോ ഓർക്കണായിരുന്നെന്ന്. സീറോ ആക്കാൻ അധ്വാനിക്കുന്നവരവര്. നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഒരു സംശയം വേണ്ട, ഇത് സീറോ ആകും. റഷ്യയിലെ തകർച്ച കണ്ടില്ലേ? 1.4 ഉള്ളിടത്ത് ആ ലെവല് 1.3 ഉള്ള റഷ്യയിലെ തകർച്ച നമ്മൾ കണ്ടതല്ലേ? 1.4 ഉള്ളു ഇവിടെ. ഒരു പോയിന്റിന്റെ വ്യത്യാസം. ഞാൻ പറയും, വാഹോരിക്ക് സെമിനാറിൽ സംബന്ധിക്കുന്നവര് റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞ പോലെ നിങ്ങളുടെ പോളിസിക്ക് ചേഞ്ച് വരുത്തണം. 1 more. നിങ്ങൾ 2 എന്നുള്ള സങ്കല്പം ഇപ്പോഴും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ആ ചിന്ത ഇട്ടില്ലെങ്കിൽ രാജ്യം തകരും. സീറോ മലബാർ സഭ തകരുന്നതല്ല, രാജ്യം, കമ്മ്യൂണിറ്റി തകരും, കുടുംബങ്ങൾ തകരും. കുടുംബമൊന്നും ജീവനില്ലാത്ത എന്തൊക്കെയായി മാറും. ഇങ്ങനെ പോയ സംഭവിക്കുന്ന 4 തകരാറുകളൊന്ന് ഓടിച്ചു പറഞ്ഞോട്ടെ. 1, ബന്ധങ്ങളിലെ തകർച്ച. ഇന്ന് ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടോ? പണ്ട് അമ്മ വീട്ടി പോക്കൊക്കെ ഇല്ലായിരുന്നോ? ഇന്ന് അത് വല്ലതും ഉണ്ടോ? അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ഒരു കല്യാണം വിളിക്കാൻ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു വല്യമ്മച്ചി ഉണ്ടായിരുന്നു. വല്യമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി എന്റെ കല്യാണത്തിന് വരണം, 11:30 കുഞ്ഞാ വന്നേക്കാന്ന് പറഞ്ഞു. അമ്മച്ചി ആ വീട്ടിൽ രാവിലെ മുതൽ തുടങ്ങിയുടെ 11 പള്ളി ചെല്ലണം എന്നും പറഞ്ഞു. 11:30 കല്യാണത്തിന് 11 മണി കഴിയുമ്പോൾ പള്ളി ചെല്ലണം പറഞ്ഞ അമ്മ നിർബന്ധം പിടിക്കുക. എന്തിനാ അമ്മ 11 മണിക്ക് പള്ളി ചെല്ലണം എന്ന് പറയുന്നത്? പറയാമോ ആർക്കെങ്കിലും? ചിലർ പറയും മുമ്പിൽ സീറ്റ് കിട്ടാനോ അല്ലെങ്കിൽ കുർബാന കാണാനോ. ഇതൊന്നും അല്ല. അമ്മച്ചി നേരത്തെ വന്ന എന്തിനെന്നറിയാവോ? അമ്മച്ചിക്ക് സ്വന്തക്കാരെ എല്ലാവരും ഒന്ന് കാണാൻ, തലമുറകളെ എല്ലാം ഒന്ന് കാണാൻ. ഇതേ ഉള്ളിന്ന് അവസരം. അവര് വരുന്ന അതിനാ. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ആ മക്കളോടൊരു ചോദ്യം, നിങ്ങളൊരു വിവാഹത്തിന് ചെന്നാൽ എത്ര മണിക്ക് ചെല്ലും പള്ളിയില്? നിങ്ങൾ പറയണ്ട, ശാപ്പാടിന്റെ സമയത്ത്. ഭക്ഷണം വിളമ്പാറോ അമ്മ നമ്മൾ ചെല്ലും. ബാക്കിയൊന്നും നമ്മുടെ വിഷയമല്ല. വിളിച്ചതിന്റെ പേര് അയാൾ വിളിച്ചതല്ലേ, അതിന്റെ പേര് ചെന്നു കഴിച്ചു കഴിഞ്ഞാണ് നമ്മൾ വിളിച്ച ആളെ ഒരു ഹലോ പറയാൻ നിന്നിട്ട് നമ്മൾ സ്ഥലം വിടും. തീർന്നു. ഇന്ന് പെണ്ണിന്റെ വീട്ടോട്ട് ചെറുക്കൻ ഇല്ലേ, കല്യാണം കഴിയുമ്പോ പെണ്ണിന്റെ വീട്ടോട്ട് ചെറുക്കന്റെ വീട്ടോട്ട് പെണ്ണ് പോവുകയല്ലേ. അപ്പൊ അപ്പൻ ടെൻഷനാ. കാര്യമാണ് വീട്ടിൽ ചെല്ലും 10 പേരെ കാണിക്കാൻ വേണ്ടി തപ്പി നടക്കുക വിളിക്കാൻ. കാര്യം ആർക്കും ഒന്നിനും താല്പര്യമില്ല. ബന്ധങ്ങൾക്ക് ബന്ധങ്ങൾ നഷ്ടമായിരിക്കുന്നു. ബന്ധത്തിന് പ്രാധാന്യമില്ലാതായി. കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ കുറഞ്ഞതിന് ഒന്നാമത്തെ ദുരന്തമാണിത്. ഇവിടെ ഇരിക്കുന്ന ആ മക്കളോടൊരു ചോദ്യം ചോദിക്കോട്ടെ, ബൈക്ക് ഓടിക്കും. എന്നാ സ്പീഡ് എടുക്കുമേ? 60-70 അല്ലേ? ഓക്കെ. ഞാൻ വാഹോരിക്ക് സെമിനാറിൽ ആരോട് ചോദിക്കുക, കല്യാണം എന്നാ 2 ആഴ്ച കഴിഞ്ഞ്, ആ 2 ആഴ്ച കഴിയുമ്പോൾ മോന്റെ ബൈക്കിന്റെ സ്പീഡ് എങ്ങനെ ആയിരിക്കും? മനസ്സിലായല്ലോ? ഇന്ന് 70 എടുക്കുന്ന ആളുടെ ബൈക്കിന്റെ സ്പീഡ് 30-40 ആയി മാറും. കാര്യം എന്നാ? വീട്ടിൽ ഒരാള് കാത്തിരിപ്പില്ലേ? അതിന് ഇത്ര നാളും വീട്ടിൽ ആരും ഇല്ലായിരുന്നോ? അതുപോലെ അല്ലല്ലോ. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരാൾ അവിടെ ഇരിക്കുമ്പോ സൂക്ഷിച്ച് ഓടിക്കാൻ തുടങ്ങും. മനസ്സിലായോ? ബന്ധങ്ങളാണ് നമ്മളെ നയിക്കുന്നത്. ബന്ധത്തിന് കോട്ടം വരുമ്പോഴാ ജനയോഗ്യത എന്തിനാ ജീവിക്കുന്നതെന്ന്. പൊന്നുമക്കളെയും, നിങ്ങളുടെ ജീവിതത്തിൽ ഒരൊറ്റ ദിവസം പോലും ഈ ബന്ധത്തിന് കോട്ടം സംഭവിക്കരുത്. ബന്ധത്തിന് എന്തെങ്കിലും കോട്ടം സംഭവിക്കുന്നത് കണ്ടാൽ അപ്പോഴേ തമ്മിൽ കാര്യങ്ങൾ പറഞ്ഞ് പരിഹരിച്ച് ആ ബന്ധത്തെ ഡെവലപ്പ് ചെയ്യണം. അതിന് കോട്ടം വന്നാൽ അത് അപകടത്തിലേക്കായിരിക്കും പോകുന്നത്. ഒന്നാമത്തെ കാര്യം ബന്ധങ്ങളുടെ തകർച്ച. ഇനി കുഞ്ഞുങ്ങളുടെ എണ്ണം കുറഞ്ഞാൽ സംഭവിക്കുന്ന രണ്ടാമത്തെ വിഷയം സാമ്പത്തിക തകർച്ച. അപ്പൊ ചിലർക്കൊരു ചിന്ത, മക്കളുടെ എണ്ണം കുറയ്ക്കുന്നത് പണമില്ല എന്നും പറഞ്ഞുകൊണ്ടാ. ഇപ്പൊ പറയുന്നു കുഞ്ഞുങ്ങളുടെ എണ്ണം കുറച്ച സാമ്പത്തികമായി തകരുമെന്ന്. അടുത്ത തലമുറയിൽ എന്നാണ് പറയുന്നത്. സാമ്പത്തിക വിദഗ്ധർ പഠിപ്പിക്കുന്നു, കുഞ്ഞുങ്ങളുടെ എണ്ണം 2 ചുരുക്കിയാൽ അടുത്ത തലമുറയിൽ സാമ്പത്തിക തകർച്ച അനുഭവിക്കേണ്ടി വരും. എന്താ അങ്ങനെ പറഞ്ഞത്? ഇന്ന് 2 കുഞ്ഞുള്ളെങ്കിൽ നിങ്ങൾക്ക് സുഖമാ, 2 പേരുടെ കാര്യം നോക്കിയാൽ മതി. പക്ഷെ അടുത്ത തലമുറ 25 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ആരോഗ്യം എങ്ങനെ ഇരിക്കും? ആരോഗ്യം കാണുമോ?
ഇല്ലല്ലോ. അപ്പൊ നിങ്ങളെ നോക്കാൻ ആരുണ്ട്? ഈ കുഞ്ഞുങ്ങളാ നിങ്ങളെ നോക്കേണ്ടത്. 2 കുഞ്ഞുള്ളെങ്കിൽ അതിൽ ഒരാളുടെ തലയിൽ വരും സർവ ഭാരവും. ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ജനസംഖ്യ കമ്മീഷൻ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു, രാജ്യത്തെ ജനസംഖ്യ രാജ്യത്തിന്റെ ബാധ്യതയല്ല, രാജ്യത്തെ ജനസംഖ്യ രാജ്യത്തിന്റെ ആസ്തിയാ, അത് സമ്പത്താ. ചൈനയിൽ ആ സമ്പത്ത് കൂടുതലുള്ളതുകൊണ്ടാണ് ചൈനക്കാട് വളരുന്നത്. ഇന്ത്യയിൽ അത് കുറയുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, നമ്മൾക്ക് പണ്ട് നമ്മുടെ മതിലെ കാണുമായിരുന്നുള്ളത് നമ്മൾ 2 നമുക്ക് 2. ആ മുദ്രാവാക്യം നിങ്ങൾ കാണുന്നുണ്ടോ? കാണാത്തൊരു കാര്യം എന്നറിയോ? ഈ മോസിംഗ് അദ്ദേഹം അന്നാ മീറ്റിംഗ് പറഞ്ഞു, ഇനി മേലാൽ ഇന്ത്യയിൽ നമ്മൾ 2 നമുക്ക് 2 എന്ന മുദ്രാവാക്യം ഉപയോഗിക്കാൻ പാടില്ല. കാരണം മാതാപിതാക്കളെ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ തീരുമാനിക്കണ്ടേ? അവര് തീരുമാനിക്കട്ടെ അവർക്ക് എത്ര കുഞ്ഞുങ്ങൾ വേണമെന്ന്. കൂടെ പറഞ്ഞു, കുടുംബത്തിൽ സന്താനങ്ങള് ബാധ്യതയായിട്ട് ആരും കരുതരുത്. കുടുംബത്തിൽ സന്താനങ്ങൾ സമ്പത്താ. ഏത് കുടുംബത്തിൽ, ഏത് കമ്മ്യൂണിറ്റിയിൽ, ഏത് രാജ്യത്ത് ഈ സമ്പത്തുണ്ടോ ആ രാജ്യങ്ങൾ മാത്രമേ സാമ്പത്തിക മേഖലയിൽ വളരുകയുള്ളൂ എന്നാണ് അതിനകത്ത് വ്യക്തമായി പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി 3-ാമത്തെ കാര്യം, സ്വയം പര്യാപ്ത കഴിവ് ഇന്നത്തെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളിൽ കൂടിയാണോ കുറയുകയാണോ? സ്വയമായിട്ട് കാര്യം ചെയ്യാനുള്ള ത്രാണി അധ്യാപകരും മാതാപിതാക്കളും പറയുന്നു, പഴയ ആളുകൾക്കുണ്ടായിരുന്ന ആ കഴിവ് ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ഇല്ല, വളരെയധികം കുറഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഞാൻ അതിന്റെ ഉദാഹരണമായി പറയാനുള്ള അതിലേക്ക് ഞാൻ വരുന്നില്ല. ഈ ഒരു വ്യക്തി, അദ്ദേഹം ആ വീട്ടിലെ 6-ാമത്തെ ആളാന്ന് കരുതുക, ചുമ്മാ ഒന്ന് കരുതുക. ഈ സ്വയം പര്യാപ്ത കഴിവ് കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയുന്നത് കൊണ്ടാണ് നഷ്ടപ്പെടുന്നതെന്നുള്ള വെക്കാനായിട്ടാണ്. ഒരു ദിവസം 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം 3 മണിയായപ്പോ അമ്മ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന മണം അടിച്ചു. അല്ലേ, ഇഷ്ടപ്പെട്ട സാധനമാണ്. അപ്പം ഇന്ന് അമ്മ ഇതാണല്ലോ കൊഴുക്കട്ടയാണല്ലോ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടുകാരി വന്നു. കൂട്ടുകാരിയുടെ വർത്താനം പറഞ്ഞ മുറ്റത്തോടെ പറമ്പിക്കൂടെ നടന്നപ്പോൾ കൊഴുക്കട്ടയുടെ കാര്യം മറന്നുപോയി. 5 മണിയായപ്പോ ഓർത്ത ഉടനെ കൂട്ടുകാരി പറഞ്ഞു വിട്ടേച്ച് കൊഴുക്കട്ട ഇരിക്കുന്നു. മേശപ്പുറത്തി നോക്കിയപ്പോ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. 6-7 പേരില്ലേ, എല്ലാരും കൈയിട്ട് തിന്നോണ്ട് പോയി. ഒന്നും കിട്ടിയില്ല. അമ്മയുടെ അടുത്തെന്ന് പറഞ്ഞു, അമ്മ എനിക്ക് മാത്രം എന്നാ ഒന്നും തരാഞ്ഞത്? എനിക്ക് മാത്രം എന്നാ തരാഞ്ഞ? അമ്മ 2 തല്ലും കൊടുത്തു. അങ്ങനെയല്ലേ പഴയ ശൈലി. 2 തല്ല് കൊടുത്ത് നീ എവിടെ പോയി കിടക്കാറുണ്ടോന്നു. അന്ന് കരഞ്ഞ് ഉറങ്ങിയ ആള്. പിറ്റേ ദിവസം ഈ വ്യക്തി എന്നെ ചെയ്യും? നേരത്തെ പോയി നിൽക്കും. ഇതാ സ്വയം പര്യാപ്ത കഴിവ് തന്നെത്താൻ ഉണ്ടാവും പറഞ്ഞത്. മനസ്സിലായോ? ആരും പഠിപ്പിക്കുന്നതല്ല. ഇന്ന് അമ്മ എങ്ങനെയാ മോളെ പാടം 1 സ്വയം പര്യാപ്ത ഇന്നത് പഠിപ്പിക്കണം, ശരിയാവോ? പണ്ട് കുടുംബത്തിൽ 6-7 കുഞ്ഞുങ്ങളുള്ളതിനിടയിൽ ഓട്ടോമാറ്റിക് ഇത് പഠിച്ചു വളരുക. ഞാൻ വിവാഹത്തെ കുറിച്ച് വേറെ കൂടെ പറഞ്ഞോട്ടെ. ബൈബിളിൽ പറയുന്നുണ്ട് അഷ്ടഭാഗ്യം. ഞാൻ 9-ാമത്തെ ഭാഗ്യം എന്ന് പറഞ്ഞോട്ടെ. എന്നാ 9-ാമത്തെ ഭാഗ്യം എന്ന്? അധിക സഹോദരങ്ങളുള്ള പെണ്ണിനെ കെട്ടുന്നവൻ ഭാഗ്യവാൻ. അധിക സഹോദരങ്ങളുള്ള പെണ്ണിനെ കെട്ടുന്നവൻ ഭാഗ്യവാൻ. അതിന് അധിക സഹോദരങ്ങളുള്ള പെണ്ണിന്റെ പ്രത്യേകത എന്നാ പറയട്ടെ? എന്നാന്ന്? അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിവുണ്ട്. ശരിയല്ലേ? 5-8 സഹോദരങ്ങളുടെ ജീവിക്കണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഒരു കുടുംബ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാ? അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിവ്. അത് അധിക മക്കളുള്ള കുടുംബത്തിൽ തീർച്ചയായും ആ കുഞ്ഞുങ്ങൾക്കത് ലഭിക്കും. ഇപ്പൊ 2 മക്കളുള്ള വീട്ടില് മോൾക്ക് രാവിലെ കാപ്പി ഉണ്ടാക്കി വെച്ചു. മോള് ചോദിച്ചു, എന്നാ ഇന്ന്? അമ്മയോട് ചോദിച്ചു. അമ്മ പറഞ്ഞു, ഇന്ന് ദോശയപ്പാ. ഉടനെ മോള് വിറയ്ക്കാൻ തുടങ്ങി. എനിക്ക് വേണ്ട, എനിക്കിപ്പോ പൊറോട്ട മതി. അപ്പനുണ്ടെ ഉടനെ അമ്മ എന്ന് അപ്പനോട് പറയും, അണ്ട നമ്മുടെ മോക്ക് പൊറോട്ട മതി. പിന്നെ നമ്മുടെ മോള് നമ്മളല്ലാതെ ആരാ മേടിച്ചു കൊടുക്കുന്നത്? അപ്പൻ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് പോയി 2 പൊറോട്ട മേടിച്ചു കൊടുക്കും. ഉടനെ ആ മോള് പറയും, സ്വീറ്റ് പപ്പ. അത് കഴിഞ്ഞ ഉടനെ അമ്മയോടിക്കും, മോളെ അമ്മയ്ക്ക് അറിയന്ന അത് ദോശയുടെ സാമ്പാർ. അല്ലെങ്കിൽ എനിക്ക് വേണ്ട, എനിക്കിപ്പോ മുട്ടക്കറി തന്നെ വേണം. അപ്പോഴും അപ്പനെണ്ണയും വീണ്ടും പോയി മേടിച്ചുകൊണ്ട് വരും. ഇങ്ങനെ ഒരാളെയാണ് നിങ്ങളുടെ ഭാര്യയായി കിട്ടുന്നെങ്കിൽ എങ്ങനെ ഇരിക്കും? ഞാൻ വിവാഹ കഴിഞ്ഞ ആഴ്ച ചോദിച്ചപ്പം ഒരാൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? സ്കൂട്ടർ മേടിക്കേണ്ടി വരുമെന്ന്. പറയുന്ന മുഴുവൻ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ പിന്നെ സ്കൂട്ടർ അല്ല പോകാൻ പറ്റുമോ? മനസ്സിലായോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? എന്നാൽ നമ്മൾ മുമ്പേ പറഞ്ഞ 6 മക്കളുള്ള വീട്. ഈ വീട്ടിൽ മോള് പറയുക, രാവിലെ ദോശ ഉണ്ടാക്കി വെച്ചപ്പോ അമ്മ ഇന്ന് ദോശയാ. അയ്യേ എനിക്ക് ദോശ വേണ്ട, എനിക്കിപ്പോ പൊറോട്ട വേണമെന്ന് പറഞ്ഞ അമ്മ എന്നാ പറയും? വേണേ കഴിച്ചു പൊടിയെന്ന് പറയും. പിന്നെ നിർബന്ധം പിടിക്കോ? ഇതാ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നു. മനസ്സിലായോ? ഇങ്ങനെ ഒരാളെ കിട്ടുന്നവൻ ഭാഗ്യവാനെന്ന് പറഞ്ഞതിന്റെ കാര്യം അതാ.
അപ്പൊ ബുദ്ധിമുട്ടേണ്ടി വരില്ല. ഓക്കെ, അത് നമ്മൾ അതിനകത്ത് മൂന്നാമത്തെ കാര്യമാണ് സ്വയം പര്യാപ്ത കഴിവ്. ഇന്നത്തെ കുഞ്ഞുങ്ങൾ നഷ്ടമാകുന്ന കാര്യം കുടുംബത്തിൽ ഇതൊന്നും പഠിക്കുന്നില്ല. എന്റെ പൊന്നു മക്കളെ, പണ്ട് ഇതെല്ലാം കുടുംബത്തിൽ പഠിച്ചാ വളരുന്നത്. എങ്ങനെ? ആരും പഠിപ്പിക്കുന്നതല്ല, അനുഭവത്തിലൂടെ. 4-5 മക്കളുള്ള വീട്ടിൽ 2 പായല് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കിടന്ന ഇതുങ്ങളെല്ലാം വളർന്നത് തമ്മി തല്ലിയും അടിച്ചും ബഹളം ഉണ്ടാക്കി വളരും. പക്ഷെ അവരുടെ ഇടയിൽ എന്നുണ്ടായിരുന്നോ? സ്നേഹമുണ്ടായിരുന്നോ? പങ്കുവെക്കാനുള്ള മനോഭാവം ഉണ്ടായിരുന്നോ? ഒരാൾക്ക് ഒരു കൊച്ചു വിഷയം ഉണ്ടായാൽ അപ്പോഴേ എല്ലാവരുടെ ഓടി വരും. ഇന്ന് നമ്മുടെ സുറിയാനിക്കാരന്റെ വീട്ടിലെ അവസ്ഥ എന്നാ? എന്തെങ്കിലും ഉണ്ടായാൽ അടുത്ത വീട്ടിലെ സുറിയാനിക്കാരൻ അവന്റെ കൈയിരിപ്പുണ്ടാന്ന് പറയും. ബന്ധങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. കുഞ്ഞുമക്കളെ, കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ കരുതുക, നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നിങ്ങളുടെ പദ്ധതിയല്ല. നിങ്ങളുടെ പദ്ധതിയാണ് 1 മതി 2 മതി, നിങ്ങളുടെ സുഖത്തിന്, നിങ്ങളുടെ ക്രമീകരണത്തിന് വേണ്ടി. അതല്ല, ദൈവത്തിന്റെ ഹിതത്തിന്. എന്നാൽ ഉത്തരവാദിത്തമുള്ള പിതൃത്വവും മാതൃത്വം അനുസരിച്ച് എത്ര കുഞ്ഞു വേണമെന്നുള്ളൊരു സങ്കല്പം നിങ്ങൾ ഉണ്ടാവണം. അത് രാജ്യത്തിന്റെ നന്മയ്ക്കും കുടുംബത്തിന്റെ നന്മയ്ക്കും സമൂഹത്തിന്റെ നന്മയ്ക്കും അത്യാവശ്യമാണെന്ന് തിരിച്ചറിയുക. അതിന് നിങ്ങളെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് നിങ്ങൾ വർദ്ധിച്ചു പെരുകുവിൻ എന്നാവശ്യപ്പെട്ടുകൊണ്ട്, വർദ്ധിച്ചു പെരുകി ഈ ഭൂമിയെ കീഴടക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബത്തെ രൂപപ്പെടുത്തിയ പൊന്നു തമ്പുരാനെ, ഇന്നത്തെ കുടുംബങ്ങളിൽ കാണുന്ന കുഞ്ഞു വേണ്ട എന്ന് പറയുന്ന ആ തിന്മയുടെ മനോഭാവത്തെ, ആ മരണസംസ്കാരത്തിന്റെ ചിന്തകളെ ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ നിന്നും, ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഉള്ളിൽ നിന്നും ഈ നിമിഷം എടുത്തു മാറ്റിക്കൊണ്ട്, കുഞ്ഞൊരു ബാധ്യതയല്ല, കുഞ്ഞൊരു ശാപമല്ല, കുഞ്ഞൊരു ഭാരമല്ല, കുഞ്ഞ് ദൈവത്തിന്റെ ഛായയെ സൃഷ്ടിക്കപ്പെട്ട ഏറ്റവും മഹനീയമായ ദൈവത്തിന്റെ സമ്മാനമാണ് തിരിച്ചറിഞ്ഞ് കുഞ്ഞിനെ സ്വീകരിക്കുവാൻ, അങ്ങനെ ഐശ്വര്യമുള്ള, കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബങ്ങളായി ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളും മാറുവാൻ ഇടയാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ, ആമേൻ. വിശുദ്ധി